ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് കറുത്തു പോയ പഴം വെച്ചിട്ടിതാ ഇതുപോലെ കുക്കറിൽ ഒരൊറ്റ വിസിലങ്ങോട്ട് അടുപ്പിച്ചിട്ട് നല്ല അടിപൊളി ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയ കറുത്തു പോയ പഴം ഒരിക്കലും വലിച്ചെറിയാനും തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, മക്കളൊക്കെ ഫേവറേറ്റ് ആണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പം എന്താ നന്നായിട്ട് കറുത്ത് പോയം വെച്ചിട്ട് ഞാൻ നല്ലൊരു അടിപൊളി ജാം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഈ ഒരു ജാം മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെറും 5 മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ജാം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിതാ കുക്കർക്ക് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ പോവാണ്. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കട്ടോ. കറുത്ത പോയ പഴം ഒരിക്കലും വലിച്ചെറിയാൻ തോന്നില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ കെമിക്കലൊന്നും ചേർക്കണില്ല. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കളർ കിട്ടാനാട്ടോ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നങ്ങോട്ട് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. ഇതിന് നീര് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരൊറ്റ കറക്കങ്ങോട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ആ ഒരു നീര് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കുക്കറിൽ കണ്ടില്ലേ ഒരൊറ്റ വിസിലങ്ങോട്ട് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പഴം ഒരു തവി വെച്ചിട്ട് ഞാനിതാ ഇതുപോലെ അങ്ങോട്ട് ജസ്റ്റ് ഒന്നങ്ങോട്ട് ഉടച്ച് കൊടുക്കട്ടെ ചെയ്യുന്നത്. ഇനി ഞാനൊരു മിക്സിൻ്റെ ജാർ എടുക്കുന്നുണ്ട്, അതിക്ക് ഈ ഒരു പഴം ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കറക്കിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് നല്ല ടൈറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5 സ്പൂണ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം ഒരു 3 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്താലും മതി. പക്ഷേ കോൺഫ്ലവർ ഒക്കെ മക്കൾക്ക് കൊടുക്കണം അത്ര നല്ലതൊന്നല്ലല്ലോ. ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതുപോലത്തെ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാനിതാ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ പോവാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് കട്ടിയായി ഇങ്ങ് വരുമല്ലോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജാമൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ പഞ്ചസാര വേണമല്ലോ, അതിന് മധുരത്തിലാവില്ല മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുക. ബ്രെഡൊക്കെ ബെസ്റ്റാണല്ലോ ജാം. ഇവിടെ ബ്രെഡ് വാങ്ങിയാൽ ജാം വാങ്ങണം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഇതുപോലെ വെറും 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബീട്രൂട്ടിൻ്റെ നീര് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര കളറ് വേണം അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് അധികം കളറ് നിന്നോട്ടെ, പിന്നെ അത് ഹെൽത്തി ആണല്ലോ, കെമിക്കലൊന്നും ഇല്ലല്ലോ. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഇതിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൈ വെക്കാതെ ഇളക്കി കൊടുക്കണേ. കുറച്ചും കൂടി ബീട്രൂട്ടിൻ്റെ നീര് ഞാൻ ഒഴിച്ച് കൊടുത്തേ, ഒന്നും കൂടി കാണാനൊക്കെ നല്ല മുഞ്ചുന്നോട്ടെ വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഫുഡ് കളറ് അത് ഒഴിച്ച് കൊടുക്കട്ടോ, പക്ഷെ അതിലൊക്കെ നല്ലത് ഈ ഒരു ബീട്രൂട്ട് നീര് തന്നെയാണല്ലോ. ഇതിനിടെ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേനെ, അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ്. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ്. ചൂടാറുമ്പോൾ നല്ല കട്ടിയിൽ തന്നെ വരും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒന്നങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചൂടാറിയതിന് ശേഷം കേട്ടോ നന്നായിട്ട് ഇങ്ങോട്ട് ഇതുപോലെ ഇങ്ങോട്ട് കറക്കിയെടുത്തേണേ. അപ്പോൾ തലേന്ന് ഞാൻ ഉണ്ടാക്കി വെച്ച് പിറ്റേന്നാട്ടോ ഈ കറക്കിയെടുത്തത്, അതാട്ടോ ഈ കാണിക്കണത്. അതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ. ഇനി നമ്മളെ ബ്രെഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒരു കെമിക്കലൊന്നും യൂസ് ചെയ്യാത്ത നമ്മളൊരു അടിപൊളി ജാമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി കറുത്ത് പോയ പഴം ഒരിക്കലും വലിച്ചെറിയാൻ തോന്നില്ല കേട്ടോ. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ കുറച്ചങ്ങോട്ട് കറുത്ത് പോയാൽ തന്നെ മക്കൾക്കൊന്നും വേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണ്ടേ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് തരണേ.
പുതിയ കൂട്ടുകാർ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ഇനി നമ്മളിതാ ഇതുപോലെ ഒരു നല്ലൊരു ബോട്ടിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഒരു 2 ദിവസമൊക്കെ പുറത്ത് വെക്കാം കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിതാ ഏകദേശം ഒരു 15 ദിവസം വരെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ജാം കിട്ടും. മക്കളൊക്കെ ഫേവറേറ്റ് ആണല്ലോ ബ്രെഡും ജാമും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളേ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.